വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ടിഷ്യൂ ക്രാഫ്റ്റ് ആണ് ഗൈസ്. ടിഷ്യൂ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ വേൾഡുകളാണ് ചെയ്യാൻ പോകുന്നത്. അതും ഒരു സ്കാരി ആയിട്ടുള്ള ഒരു വേൾഡുകളാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഉണ്ടോ ടിഷ്യൂ വെച്ചിട്ടാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേൾഡുകൾ ചെയ്താലും ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വേസ്റ്റ് പേപ്പർ. വേസ്റ്റ് പേപ്പർ നമുക്ക് വേണം. അപ്പം അതിന് വേണ്ടി എങ്ങനെയാണ് ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് കാണിച്ചു തരാൻ നമുക്ക് ഒരുമാതിരി കോലയിലെ ഒരു ഫ്ലവറാണ് ഗീസ്. ഒരുമാതിരി നല്ലൊരു ക്രേപ്പ് പേപ്പർ ഫ്ലവർ ആയിരുന്നു ഗീസ്. ഓറഞ്ച് അല്ല കേട്ടോ, ഇതാ ഇങ്ങനത്തെ ഫ്ലവർ ആയിരുന്നു ഗീസ്. ഇതിൻ്റെ വലിയൊരു സ്റ്റെമ്പായിരുന്നു ഞാൻ ആ വീഡിയോ കാണിച്ചത്. ആ സ്റ്റെമ്പ് ഞാൻ കട്ട് ചെയ്തപ്പോൾ പിന്നെയും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഗീസ്. അതിനെക്കാട്ടും നല്ലതായിരുന്നു. പക്ഷെ കട്ടിട്ട് ഞാൻ എൻ്റെ സ്ഥലത്തോട്ട് ഫുള്ള് വേസ്റ്റ് ആയ സാധനം റീയൂസബിൾ ആക്കണം. കാണിച്ചോട്ടെ, ഞാൻ റീയൂസബിൾ ആക്കണം. ഞാനിങ്ങനെ വേസ്റ്റഡ് ഐറ്റംസ് ഒന്നും കളയാറില്ല, അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാണ് വെക്കും. സോ ഇപ്പം അതുകൊണ്ട് നല്ല കാര്യം. വിചാരിക്കും ഞാനെന്തൊരു ഇത്രയും നേരം കയ്യിൽ ചെയ്ത് പിടിച്ചു. അത് നമ്മളെ ക്രാഫ്റ്റ് ഐറ്റമാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് അയാളുണ്ട് അങ്ങനെ. സോ ഗൈസ്, അടുത്ത പ്രൊഡക്റ്റ് ചെയ്യാൻ പോകുന്ന സാധനങ്ങളൊന്നും ആക്ച്വലി ഇതിനകത്ത് കമ്പി ഉണ്ട്, ആണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഒരു റൗണ്ട് ആക്കി എടുക്കാം. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ ഞാനിപ്പോൾ ഇത് എന്തെങ്കിലും എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെലോ ടേപ്പിൽ കുറേ ഉണ്ട്. ഈ സെലോ ടേപ്പിൽ എനിക്ക് ആവശ്യമുണ്ട്. അതിന് പിന്നെ നമുക്കിത് വളയ്ക്കാനൊക്കെ പറ്റും. ഇപ്പോഴും യൂസ്ഫുൾ ആണ്. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന നാട്ടിൽ ഈ ഒരു സാധനമാണ് മെയിനാണ്. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്താലോ. ഞാൻ സിസേഴ്സ് എടുക്കാൻ മറന്നായി. ഞാൻ സിസേഴ്സ് എടുത്തിട്ടെ. അപ്പോൾ സിസേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം മെയിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്സ്ഡാണ് ഗൈസ്. എനിക്ക് കുറച്ച് ഗമ്മ വയ്ക്കണം. ഈ ഗമ്മയിന്ന് വയ്ക്കാനുണ്ട്. അപ്പം ഞാൻ അന്നെന്തോ ചെയ്തൊരു ക്രാഫ്റ്റ് പാളേ സാധനം ഉണ്ടായിരുന്നു. കണ്ടോ, ഫെവിസ്റ്റിക് കേട്ടോ. അതാണ് ഒരു കുഴപ്പം എനിക്കുള്ളത്. പക്ഷെ ഞാനതിൽ ആക്കിയെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്താക്കി. ഓക്കെ, ഇത് പെട്ടെന്ന് കട്ടാവും, കാരണം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സെലോ ടേപ്പ് അങ്ങനത്തെ. ബാക്ക്ഗ്രൗണ്ട് പെട്ടെന്ന് കട്ട് ചെയ്തോളും, പക്ഷേ മീൻസാണ് കട്ട് ചെയ്യുന്ന കുറച്ച് പണിയുണ്ട്. ഓക്കെ ഗൈസ്, എല്ലാ സാധനങ്ങളും എനിക്കിപ്പോൾ ഒറ്റയടിക്ക് കിട്ടിയത് 3 കേട്ടോ. ശരിക്കും 4 കിട്ടിയത് ബെറ്റർ ആയിരുന്നു. സോ അത് ഞാൻ വിചാരിക്കുന്നുണ്ട് അത് ഒന്നും കട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നാൻ പച്ചരിക്ക് ഏറ്റവും നല്ല വൃത്തിയിലുണ്ടാവുക. എനിക്കൊരു ഉപയോഗം വെച്ച് പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊന്നും മാത്രമല്ല, റിബണും ഉണ്ട്. അപ്പം ഈ റിബണിൻ്റെ മുകളിലാണ് നമ്മളെന്തായാലും ഇന്നത്തെ ക്രാഫ്റ്റ് നടക്കാൻ പറയാം. ഞാനിത് ആദ്യം ഒരു ഇതിന് മുകളിൽ പിന്നെ നിൽക്കാൻ വേണ്ടി നോക്കാം. ആദ്യം നമുക്കൊരു സ്റ്റാൻഡ് വേണം. നമുക്കൊക്കെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാനുണ്ട്. സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാൻ ഒരു സ്റ്റാൻഡ് നല്ല രസമുണ്ടല്ലോ പോലെ. ഈ സ്റ്റാൻഡിൽ ഒരെണ്ണം ഞാനൊരു ഇതിനകത്ത് കുത്തിക്കെട്ടിയിട്ട് സോണം കെട്ടിക്കെട്ടിട്ടുണ്ട്. ഒരെണ്ണം അങ്ങനെ നമുക്ക് എല്ലാം നമ്മൾ സ്ട്രോനകത്ത് കുത്തിക്കെട്ടിട്ട് ബാക്കി നോക്കാം. സ്ട്രോ നിർത്താൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇങ്ങനെ തന്നെ നിർത്താൻ പറ്റുമെന്ന് നമുക്ക് ചിലപ്പോൾ പറ്റിയാലോ. നമുക്ക് ഞാൻ ബാക്കി കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ വിളിക്കാം കേട്ടോ. ഞാൻ വെറൈറ്റി ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളെ ടിഷ്യൂ ടേപ്പല്ലേ ഗൈസ്, നമ്മളെ എന്താ ടേപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. എന്താ ഒരു കുഞ്ഞു ടേപ്പിൻ്റെ മുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്ന 2 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്.
ഇതിനകത്ത് നമ്മൾ കവർ ചെയ്തു. ഞാൻ ഈ രണ്ട് മാത്രമേ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം അത് വന്നിട്ട് ബാക്കി ചെയ്യാം, വർക്കായിട്ട് ചെയ്യാം. അത് വന്നിട്ട് ഒരു പ്ലേറ്റിൽ ഫുൾ ഗമ്മും പിന്നെ ഗമ്മ് കുറേ എടുക്കണം കേട്ടോ. വാച്ച് കവറിൽ ലിക്വിഡ് ഞാൻ കുറച്ച് വാട്ടർ ഇട്ടിട്ടുണ്ട്. Why we are using this water? When you ask, I will tell because of the for a liquid. Possible gummy style liquid ആവാം. ഗമ്മി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഗമ്മ വെച്ച് വെച്ച് നല്ലൊരു ഒട്ടുന്ന ടൈപ്പ് വാട്ടറാണ്. അതുവരെ മിക്സിങ് മാത്രം ട്രൈ ചെയ്തു. വളരെ ക്രീമൻ സ്ട്രക്ചർ ഇതിനകത്തൊക്കെ ഭയങ്കര പണിയാണ്. പക്ഷേ നമ്മൾ ഫെവിക്കോൾ എടുക്കണമെങ്കിൽ പറ്റേക്കാം, പെട്ടെന്ന് പറ്റും നമുക്ക്. അപ്പോൾ ഞാൻ ഫെവിക്കോൾ എടുക്കുന്നത്. So I am going to take the fevicol, okay, and then the clips. So this one is fevicol ഒഴിച്ചിട്ട് മിക്സ്ചർ ഫുൾ വാട്ടറിനെക്കാട്ട് കൂടുതലാവുമ്പോൾ ഫെവിക്കോൾ, ഓക്കെ. അതാണ് ഈ ലിക്വിഡൊക്കെ സെറ്റാണ്. നമ്മൾ നേരെ കുറച്ച് ടിഷ്യൂ എടുക്കുക. കുറച്ച് എടുത്തിട്ടുണ്ട് ദിവസം കാണാൻ എൻ്റെ സാധനം വലുതല്ല. അതിനെക്കാട്ട് കുറച്ചാണ് ദിവസം എടുക്കാനൊക്കെ കുറച്ചാണ് ദിവസം എൻ്റെ സാധനം കുറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരൊറ്റ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് നന്നായി വെച്ചെടുക്കാൻ ദിവസം കട ഇങ്ങനെ വെച്ച് എല്ലാ ടെക്സ്ചറാക്കിയിട്ട് ഞാൻ കാണിച്ചത്. ഫുൾ സ്റ്റിക്കി ആവണം കേട്ടോ. എൻ്റെ ഗമ്മ് നല്ല സ്റ്റിക്കി ആവണം. സ്റ്റിക്കി ആയിട്ട് വിശ്വസിച്ചിട്ട് മാത്രം നിങ്ങൾ ഇത് ചെയ്യണം. ഇല്ലെങ്കിൽ സംഭവത്തിൽ ഒട്ടില്ല, വെള്ളത്തിന് പോലെയായിട്ട്. കുറച്ച് വലിയ കൊടുത്തിട്ടുണ്ട്, വലിയ കുറച്ച് ഞാൻ ചെറുതാക്കിയിട്ടുണ്ട്. ടഫാണ് ഇത്. ലിക്വിഡ് ലീക്കാവരുത്. ഞാൻ ഇതൊന്ന് ഉണങ്ങിയിട്ട് കാണാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടിന് കാണാമല്ലോ. ഞാനിതാണ്ട് ബുദ്ധിമുട്ടിട്ട് കുറച്ച്
ഉണങ്ങി സെറ്റാക്കിയിട്ട് കാണാം ഗൈസ്. ഗൈസ് നമുക്ക് സ്കെയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്കെയിൽ അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ കണ്ടുപിടിച്ചെടുത്തു. നമുക്ക് സൈസ് എടുക്കാം. ഞാൻ 8 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് സണ്ണ് കട്ട് ചെയ്തത്. നമ്മൾ ടോൾ പാട്ടോ എല്ലാം നമുക്ക് 12 നോക്കാം. 12 സെൻറ്റിമീറ്ററിലാണ്. 12 സെൻറ്റിമീറ്റർ സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുക്കാം. സെൻറ്റിമീറ്ററിൽ സ്ക്വയർ കിട്ടുകയാണ്. നമുക്ക് ടെക്നോളജി വെച്ചിട്ട് സ്ക്വയർസ് കട്ട് ചെയ്യും. നന്നാക്കട്ടു ഓണായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഉണക്കി വെച്ചാൽ പെണ്ണിനെ വെച്ചിട്ട് തോപ്പില്ല. അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. നല്ലൊരു ന്യൂസാണ് പറഞ്ഞു. എന്ന് വെച്ചാൽ അടുത്തത് ഒരു ഇതുപോലെ തന്നെ വേൾഡ് ഡെക്കർ ആട്ടോ ആയിരിക്കണം. എല്ലാം ഇനി വരുന്ന എല്ലാ വീഡിയോസും വേൾഡ് ഡെക്കർ ആണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ റൂം ഡെക്കർ പാർട്ട് 2 ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പാർട്ട് 3 ചെയ്യും. അത് കഴിഞ്ഞ് പാർട്ട് 4. ഏറ്റവും ലാസ്റ്റ് പാർട്ട് ടെക്നോളജി എന്നെ ചതിച്ച് കേസ് ചതിച്ചു. ടിഷ്യൂ വാട്ടർ നേരത്തെ അടുത്ത വീഡിയോ കൊണ്ട് സെറ്റാക്കി വെച്ച സാധനമാണ് ഗൈസ്. അടുത്ത വീഡിയോ എന്താണെന്നല്ലേ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നത് അടുത്ത വീഡിയോ മിക്കവാറും എൻ്റെ പറയുന്നത് അടുത്ത വീഡിയോ വേൾഡ് ഡെക്കർ ആവുന്ന ഗൈസ്. ഉടൻ തന്നെ നമുക്ക് ഷെൽസ് വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈസിൻ്റെ സാധനം റെഡിയാകുന്നതായിരിക്കും ഗൈസ് ഉടൻ തന്നെ. 10 മാസമായി ഗൈസ് ആ ഷെൽസ് വെച്ചിട്ട് ഞാനവിടെ ഇരിക്കുന്നു. ഷെൽസ് അവിടെ കിട്ടി വെച്ചിട്ടിരിക്കുന്നു. എന്താ പറയുക ഷെൽസിന് ഞാൻ പുറത്തിറങ്ങില്ല. ചേടാ ഗൈസ് സ്കെയിൽ തപ്പിപ്പിടിക്കുമ്പോൾ എനിക്കിതൊക്കെ ഒന്ന് കറുത്ത പെയിൻ്റ് അടിച്ച് വെക്കായിരുന്നു. സ്കോഫ് ടെക്നോളജി നമുക്ക് ഹാഫ് ക്രാഫ്റ്റഡ് തിങ്സും യൂസ്ഫുൾ തിങ്സും ഇടുന്ന സ്ഥലത്ത് ഇടാം. എന്ന് വെച്ചാൽ ഏറ്റവും ആവശ്യത്തെ വേസ്റ്റുകൾ ഇടുന്ന സ്ഥലം എന്ന് പറയാം. എല്ലാ സാധനങ്ങളും ഒന്ന് ഒതിച്ച് പറഞ്ഞതിൻ്റെ വേസ്റ്റുകൾ ഇടുന്ന സ്ഥലം. ഇതൊന്ന് കട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സാധനം ഞാൻ ഏതാണ്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പം പറ്റി എന്നാൽ മറ്റേ പ്ലാസ്റ്റിക് സാധനം ഇതിൽ കുടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അതൊക്കെ വെച്ചെടുത്ത് ഇനിയിപ്പോൾ നേരെ ദൂരക്കുട്ടി ആക്കാൻ വേണ്ടി തലക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കി ഷെയ്ഡ് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് തലയല്ലേ തല ഇപ്പോഴും ഗമ്മിയാണ് ഞാൻ ഇതുവരെയായിട്ട് ഒളിഞ്ഞിട്ടെടുത്തതിന് ആ സാധനം പൂർണ്ണമായി ഒട്ടിപ്പോട്ടേനെ. പക്ഷേ ഞാൻ ഒന്നിനു മുമ്പ് എടുത്ത് വെച്ചാൽ അത് നല്ല കാര്യമായിട്ട് എടുക്കാൻ ഉണ്ടായിരുന്നു. നല്ല പുഷ് ചെയ്ത് ഓപ്പൺ ആക്കേണ്ടത് എന്ന് വെച്ചാൽ
കുറച്ച് ഉള്ളിലോട്ടായി കുറച്ചുണ്ട്. അതിനൊക്കെ ഞാനിപ്പോൾ പുഷ് ചെയ്ത് വെക്കും. നമ്മുടെ കയ്യിൽ ഒട്ടാതെ വെക്കണമെങ്കിൽ ഓളോടായിരുന്നു വരിക. കൈ അനക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ അനക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മാക്സിമം എനിക്ക് പറ്റുന്നത്ര ഞാൻ അനക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിതിൻ്റെ നമ്മൾ ലിക്വിഡില്ലേ, മറ്റേ ലിക്വിഡ് ഈ സ്റ്റെമ്പിലെടുത്ത് ആക്കിയിട്ട് സ്റ്റിക്കി ആവുന്നുണ്ട്. പറഞ്ഞു വരുന്ന സ്ഥലമൊക്കെ ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റെമ്പ് വെച്ചിട്ട് സ്റ്റിക്കി ആക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ നല്ലോണം സ്റ്റിക്കി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങട്ടെ. തൊട്ടാൽ സംഭവം സെറ്റാക്കാം. അതിലൊരു ഈ റൂമിൽ പേടിപ്പിക്കാൻ പോകുന്ന ആൾക്കാർ നല്ലോണം പേടിപ്പിക്കാൻ പോകുന്ന ആളാണ്. എൻ്റെ ജോബ് അതാണ്. പിന്നെ എൻ്റെ ജോബ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിനി റൂമിൻ്റെ മുകളിൽ അതിനകത്ത് ഒട്ടിച്ചിങ്ങനെ എൻ്റെ ജോബ് കഴിഞ്ഞിട്ടാണ്. എൻ്റെ ജോബ് എൻ്റെ ജോബാണ്. ഇനി എല്ലാവരും പേടിപ്പിച്ച് ആവില്ല. എൻ്റെ മാത്രം പഠിക്കുന്നത്. Boys, okay. I do it. I can do it. So let's put somewhere. മുകളിൽ ഇവര് ഗവൺമെൻറ്റായിരുന്നു. ഗവൺമെൻറ് ചാടി വെച്ചൊക്കെ പറഞ്ഞു ഗൈസ്. കാറ്റുകൊണ്ട് വെച്ചൊക്കെ പറഞ്ഞു പോട്ടെ. കണ്ണുമൊക്കെ വായൊക്കെ രണ്ട് കണ്ണുകൾ വെച്ചെങ്കിൽ സംഭവം കഴിയേക്കാം. അപ്പോൾ ഇനിയുണ്ട് ഞാനിത് ഇവിടെ ചാരിയൊന്ന് വെക്കുന്നു. സ്റ്റിക്കിയായി സ്റ്റിക്കി ഡൂപ്പി ഡൂപ്പ് സൂപ്പർ സ്റ്റിക്കി. സൂപ്പർ സ്റ്റിക്കി. ഞാൻ ഈ സ്റ്റിക്കിനെസ് ഇങ്ങോട്ടൊന്ന് മാറ്റട്ടെ ഗൈസ്. മാറ്റിയിട്ട് നമുക്ക് കാണാൻ സാധനം ബുദ്ധി റെഡിയാക്കിയ സാധനം ഇതിപ്പോൾ ഞാൻ റെഡി വെച്ചിട്ടോ. ഈ സാധനം നമുക്ക് യൂസ്ഫുൾ ഉണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ യൂസ് ചെയ്യേണ്ട സാധനമാണ് ഈ സ്റ്റിക്ക്. ഞാൻ അതൊക്കെ ഇഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് അങ്ങനെ വൈറ്റ് വെക്കുന്നുണ്ട്. ടിഷ്യൂ വെച്ചിട്ട് ഇത് എടുക്കുമ്പോൾ ചെറുക്കിട്ട് ജസ്റ്റ് വേറെ കളയാം. എന്തായാലും ആ സമയത്ത് വേറെ ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. So here is so much liquid left. So I think let's put that in the ghost's head. ഞാൻ സെറ്റൊക്കെ ആക്കിയിട്ട് ഉണങ്ങിയിട്ട് കാണാം. നമ്മുടെ ബോധക്കുട്ടി റെഡി. ഞാൻ രണ്ട് കണ്ണ് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ സൺഡേ അതിനകത്ത് ബീട്രൂട്ട് സൺഡേസ് ബീട്രൂട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ കൂടെ മുറിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ്ഡാണ്. എവിടെ ഞാൻ വെച്ചാൽ സാധനമാണ്. അതുകൊണ്ട് ഞാനത് കൊണ്ടുവരുന്ന തീരെ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ നേരെ ബോധപ്പെട്ട സാധനം പിന്നെ ജസ്റ്റ് ബോധത്തിൻ്റെ പുറകിലാണ് വെച്ചാൽ കുട്ടിക്ക് സങ്കടമായി നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് കറക്റ്റ് സ്ഥലം തപ്പാം ഗേസ്. അപ്പോൾ പറ്റുമോ ഗേസ്? ബുദ്ധിക്കുട്ടിക്ക് ആൾക്കാർ കാണണം. ബുദ്ധിക്കുട്ടി നമുക്ക് അവിടെ വെക്കാം ഗേസ്. പിന്നെ വെച്ചിട്ട് കാണാം ഗേസ്. നമ്മൾ സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള പറ്റണോ
അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.